എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ഒരുപക്ഷെ നമ്മളെല്ലാവരും ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുള്ള ഒന്നായിരിക്കും. എങ്ങനെയാണ് നെഗറ്റീവ് എനർജികൾ അല്ലെങ്കിൽ ദുശ്ശീലങ്ങൾ ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്നതും അത് അയാളുടെ ജീവിതത്തെയും ആത്മാവിനെയും വരെ എങ്ങനെയാണ് പൂർണ്ണമായി നശിപ്പിക്കുന്നതെന്നും നമുക്ക് നോക്കാം. നമ്മുടെ ഇന്നത്തെ ഈ ചർച്ച തുടങ്ങാൻ ഏറ്റവും നല്ലത് ഈ ഒരു ചിന്തയാണ്. ഒറ്റനോട്ടത്തിൽ വളരെ നിസ്സാരമെന്ന് തോന്നുന്ന ഒന്ന് എങ്ങനെയാണ് ഒരു വലിയ കൂട്ടത്തെ മുഴുവൻ ബാധിക്കുന്നതെന്ന് കാണിക്കുന്ന വളരെ ശക്തമായ ഒരു രൂപകം. നമുക്ക് ഒരു രംഗ സങ്കല്പിക്കാം. വളരെ വൃത്തിയായി സമാധാനത്തോടെ കഴിയുന്നൊരു കൂട്ടം പോത്തുകൾ. പക്ഷേ അതിലൊരെണ്ണം മാത്രം ഒരു തീരുമാനമെടുക്കുന്നു. അടുത്തുള്ളൊരു ചെളിക്കുണ്ടിൽ പോയി ഒന്ന് മതിമറന്ന് കിടന്നുരുളാൻ. അതിന്റെ ശരീരം മുഴുവൻ ചെളിയും അഴുക്കും കൊണ്ട് നിറയുകയാണ്. എന്നിട്ട് ഈ പോത്ത് തിരിച്ച് ആ വൃത്തിയുള്ള കൂട്ടത്തിലേക്ക് തന്നെ വരുന്നു. അവിടെ എത്തിയിട്ട് അതിന്റെ ചെളി നിറഞ്ഞ വാലൊന്ന് ശക്തിയായി വീശുന്നു. അത്രയുള്ളൂ. ഒരു തെറ്റും ചെയ്യാതിരുന്ന ബാക്കിയുള്ള പോത്തുകളുടെ ദേഹത്തും ആ ചെളി മുഴുവൻ തെറിക്കുന്നു. അപ്പോ ഈ പോത്തിന്റെ കഥയും നമ്മുടെ ജീവിതവും തമ്മിൽ എന്താണ് ബന്ധം? ശരിക്കും പറഞ്ഞാല് ഇത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒന്നിന്റെ ഏറ്റവും മികച്ചൊരു ഉദാഹരണമാണ്, പ്രത്യേകിച്ച് നമ്മുടെയൊക്കെ സൗഹൃദ വലയങ്ങളിൽ. പലപ്പോഴും ഇതിന്റെയെല്ലാം തുടക്കം ഇങ്ങനെയായിരിക്കും. ഒരുപക്ഷെ ഒരു സുഹൃത്തിന്റെ ഭാഗത്തു നിന്നുള്ള വളരെ നിരുപദ്രവമെന്ന് തോന്നുന്ന ഒരു ക്ഷണം, വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്തു നോക്ക് എന്നൊരു ചെറിയ പ്രേരണ. ആ ഒരൊറ്റ കവിളിൽ നിന്നാണ് ഒരു വലിയ ദുരന്തത്തിലേക്കുള്ള വഴി തുറക്കുന്നത്. ആദ്യം അതൊരു കൗതുകം, പിന്നെ അതൊരു ആനന്ദം തരുന്നു എന്നൊരു തോന്നൽ. പതിയെ പതിയെ അതൊരു ശീലമായി മാറുന്നു. ഒടുവിൽ അതില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥയിലേക്ക്, അതായത് പൂർണ്ണമായ അടിമത്വത്തിലേക്ക് ആ വ്യക്തിയെത്തുന്നു. ശരി, ഒരാൾ മദ്യത്തിനടിമയായി. പക്ഷെ നമ്മൾ സംസാരിക്കുന്ന ഈ നെഗറ്റീവ് എനർജിക്ക് ഇവിടെ എന്താണ് കാര്യം? അവിടെയാണ് നമ്മൾ കുറച്ചുകൂടി ആഴത്തിൽ ചിന്തിക്കേണ്ടത്. ലഹരിയുടെ പിടിയിലമരുമ്പോൾ ആ വ്യക്തിയുടെ മാനസികവും ആത്മീയവുമായ പ്രതിരോധശേഷി പതിയെ ഇല്ലാതാകുന്നു. അതൊരു തുറന്ന വാതിൽ പോലെയായി മാറുന്നു. നമുക്കെല്ലാവർക്കുമുള്ളിൽ ബോധമെന്ന് വിളിക്കാവുന്ന ഒരു കാവൽക്കാരനുണ്ട്. നമ്മുടെ മനസാക്ഷി, നമ്മുടെ അവബോധം. ശരിയും തെറ്റും തിരിച്ചറിയാൻ നമ്മളെ സഹായിക്കുന്ന, അപകടങ്ങളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കുന്ന ഒരു ആന്തരിക കവചം. പക്ഷേ ലഹരി ഉപയോഗിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈ കാവൽക്കാരൻ അഥവാ നമ്മുടെ ബോധം മയങ്ങിപ്പോകുന്നു. അതുപോലെ നമ്മൾ കഠിനമായ ഭയമോ ദുഃഖമോ അനുഭവിക്കുമ്പോഴും ഈ കവചത്തിന് വിള്ളൽ വീഴാം. ഈ അവസരങ്ങൾ മുതലെടുക്കാനായി ചില ശക്തികൾ കാത്തിരിക്കുന്നുണ്ട്. ഈ നെഗറ്റീവ് ഊർജങ്ങളെ ഒരു വേട്ടക്കാരനോടാണ് ഉപമിക്കുന്നത്. നമ്മുടെ ബോധം ദുർബലമാകുന്ന ആ നിമിഷത്തിനായി, ആ വിള്ളലിലൂടെ അകത്ത് കടക്കാനായി ക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു വേട്ടക്കാരൻ. ഒരിക്കൽ ഈ ശക്തി അകത്ത് കടന്നാൽ പിന്നെ കാര്യങ്ങൾ കൈവിട്ടു പോകാൻ തുടങ്ങും. അതിന്റെ പ്രത്യാഘാതങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പടർന്നു പിടിക്കാൻ തുടങ്ങും. ഇതിന്റെ ആദ്യത്തെ ലക്ഷണം കണ്ടു തുടങ്ങുന്നത് വീട്ടിൽ തന്നെയാണ്. ഒരു കാരണവുമില്ലാതെ വഴക്കുകൾ ഉണ്ടാകാൻ തുടങ്ങും. സ്നേഹവും സമാധാനവും ഉണ്ടായിരുന്ന ഒരിടം പതിയെ കലഹങ്ങളുടെ കേന്ദ്രമായി മാറും. ആ വഴക്കുകൾ പതിയെ വാക്കേറ്റത്തിൽ നിന്ന് കയ്യേറ്റത്തിലേക്ക് മാറും. സ്വന്തം ഭാര്യയെയും മക്കളെയും വരെ ശാരീരികമായും മാനസികമായും ഉപദ്രവിക്കുന്നൊരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. ഇതൊരു വിഷമവൃത്തം പോലെയാണ്. മദ്യപാനം സിഗരറ്റ് വലിയിലേക്ക് നയിക്കും. അത് പിന്നെ മറ്റ് മാരകമായ ലഹരികളിലേക്ക് വഴിമാറും. അതായത് അകത്ത് കടന്ന ആ ആദ്യത്തെ നെഗറ്റീവ് എനർജി അതിനേക്കാൾ ശക്തമായ മറ്റ് എനർജികളെക്കൂടി അകത്തേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ എന്ത് സംഭവിക്കും? ഈ പെരുമാറ്റം സഹിക്കാൻ കഴിയാതെ കുടുംബം ഉപേക്ഷിച്ചു പോകും. സ്നേഹിച്ചവരെല്ലാം അകന്നുപോകും. ആ വ്യക്തി സമൂഹത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെടും. ഈ ദുരന്തപൂർണമായ യാത്രയുടെ അവസാനമെന്ന് പറയുന്നത് രണ്ടിലൊന്നാണ്. ഒന്നുകിൽ ലഹരി ഉപയോഗം മൂലമുണ്ടാകുന്ന ഏതെങ്കിലും മാരകമായ അസുഖം വന്നു മരിക്കും, അല്ലെങ്കിൽ പലപ്പോഴും സംഭവിക്കുന്നതുപോലെ ജീവിതം സ്വയം അവസാനിപ്പിക്കും. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പോൾ സ്വാഭാവികമായും ഒരു ചോദ്യം വരും. ഈ ഒരു അവസ്ഥയിലേക്ക് എത്താതിരിക്കാൻ, ഈ ഒരു പതനത്തെ തുടക്കത്തിലേ തടയാൻ എന്തെങ്കിലും വഴിയുണ്ടോ? തീർച്ചയായും വഴിയുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ശരീരവും മനസ്സുമാണ് നമ്മുടെ യഥാർത്ഥ വീട്. പുറമേയുള്ള വീടിനെ നമ്മൾ എത്രമാത്രം ശ്രദ്ധയോടെ പരിപാലിക്കുന്നുവോ അതേ ശ്രദ്ധ നമ്മുടെ ഉള്ളിലെ ഈ വീടിനും കൊടുക്കണം. നമ്മൾ നമ്മുടെ വീടിന് പൂട്ടും സെക്യൂരിറ്റി സിസ്റ്റവും വെക്കുന്നതുപോലെ നമ്മുടെ ആന്തരിക വീടിനെയും നമ്മൾ സംരക്ഷിക്കണം. ബോധമെന്ന കാവൽക്കാരനെ എപ്പോഴും ഉണർത്തിവെക്കുക. ലഹരി പോലുള്ള മാലിന്യങ്ങൾ കൊണ്ട് അതിനെ മലിനമാക്കാതിരിക്കുക. ദുശ്ശീലങ്ങളോടും ദുഷിച്ച കൂട്ടുകെട്ടുകളോടും വേണ്ട എന്ന് പറയാനുള്ള ഒരു ലോക്ക് സ്ഥാപിക്കുക. ധ്യാനം പോലുള്ള കാര്യങ്ങളിലൂടെ ആ വീടിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുക. അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരൊറ്റ ചോദ്യം ചോദിച്ചു നിർത്തുകയാണ്. നിങ്ങളുടെ ജീവിതമാകുന്ന ആ വീടിന്റെ വാതിലിലൂടെ ആരെയാണ് നിങ്ങൾ അകത്തേക്ക് കടത്തിവിടുന്നത്? നിങ്ങളുടെ ചിന്തകൾ, നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ, നിങ്ങളുടെ ശീലങ്ങൾ. ആ വാതിൽ തുറക്കാനും അടക്കാനുമുള്ള അധികാരം നിങ്ങൾക്ക് മാത്രമാണ്. അത് വിവേകത്തോടെ ഉപയോഗിക്കുക. ഈ വിഷയം ശ്രദ്ധിച്ച എല്ലാവർക്കും നന്ദി.
അടുത്ത തവണ പുതിയൊരു വിഷയമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.